ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. പ്രകൃതിയുടെ ഒരുപാട് നല്ല കാഴ്ചകളൊരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഖവ എന്ന ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. ദൂരെ ആ കാണുന്നതാണ് മലമ്പുഴ ഗാർഡൻസിന്റെ എൻട്രൻസ്. ഇത് സ്നേക്ക് പാർക്ക് അഥവാ പാമ്പ് പുനരധിവാസ കേന്ദ്രം. ഡാമിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നത് ഇവിടെ നിന്ന് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ. കഞ്ചിക്കോട് റോട്ടിൽ നിന്നും ലെഫ്റ്റിലേക്ക് കയറിയാൽ നേരെ പോകുന്നത് കവയിലേക്കാണ്. ആകാശം മുട്ടി നിൽക്കുന്ന മലകളും ഉയർന്നു നിൽക്കുന്ന കരിമ്പനകളും നിബിഡവനവും സഞ്ചാരികൾക്ക് നൽകുന്ന അനുഭൂതി ഒന്ന് വേറെയാണ്. ശാന്തവും സുന്ദരവുമാണ് ഈ നാട്. മുന്നോട്ട് പോകുന്തോറും കണ്ണിന് കുളിർമ നൽകുന്ന മനോഹര കാഴ്ചകളാണ്. അനേകം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആനകളുടെ സഞ്ചാരപാത എന്ന കുറേ സൈൻ ബോർഡ്സ് എല്ലാം വഴിവക്കിൽ കണ്ടു. ആ വള്ളി കാണുന്നുണ്ടോ നിങ്ങൾ? അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എല്ലാം എടുക്കാറുണ്ട് കേട്ടോ. ഇത് നോക്കൂ, ഒരു ചെറിയ കുന്നു തുരന്നുള്ള ഒരു പാതയാണ്. അതിനുമുണ്ട് ഒരു ഭംഗി. ഫോട്ടോസ് എടുക്കുന്നതെല്ലാം കൊള്ളാം. ഒരു കാരണവശാലും കാടിനകത്തേക്ക് കയറി പോവരുത്. ആനകളും പുലിയും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് വരുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലമാണ് മലമ്പുഴ കവ. കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ. മലമ്പുഴ ഡാമിനെ ചുറ്റിപ്പോകുന്ന പാതയിലൂടെയാണ് കവയിലേക്കുള്ള വഴി. ഇതാണ് ഒന്നാം പുഴ. മഴക്കാലം ആയതുകൊണ്ട് നല്ല ഒഴുക്കും നിറയെ വെള്ളവുമുണ്ട്. ഡാമിൽ ചെന്ന് ചേരുമായിരിക്കും. നമ്മളിവിടെ ഫോട്ടോ എടുക്കാനൊന്നും നിർത്തിയില്ല. ഇതാണ് കല്ലമ്പുഴ. ഇവിടെയും ഫോട്ടോസ് ഒന്നും എടുത്തില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഫോട്ടോസ് എടുക്കാം. മഴക്കാലമാണ്, എന്നാലും വലിയ മഴയൊന്നുമില്ല. ചെറിയൊരു ചാറ്റൽ മഴ. അത് നമ്മുടെ യാത്രയ്ക്ക് ആസ്വാദ്യതയും കുളിർമയും കൂട്ടുന്നുണ്ട്. വഴിയിൽ അവിടെവിടെയായി ഹോം സ്റ്റേ എന്ന ബോർഡും കാണുന്നുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരാറുണ്ടല്ലോ. ആനക്കൽ സ്കൂളിലേക്കുള്ളൊരു സൈൻ ബോർഡ് കാണാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, പോകുന്ന വഴിയും അതിമനോഹരമാണ്. ദേ നമ്മൾ വെള്ളത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. 2-3 പേര് നമുക്ക് മുന്നേ ഇവിടെ എത്തിയിരിക്കുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. മാത്രമല്ല സ്വകാര്യ ബസ് സമരം കൂടിയാണ്. അതുകൊണ്ടാവാം തിരക്ക് നല്ലപോലെ കുറവാണ്. പശ്ചിമഘട്ടത്തിനും നഗരത്തിനുമിടയിൽ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശം. ദൂരെ വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന കരിമ്പനകൾ. അതാണ് ഖവ എന്ന പ്രകൃതി രമണീയമായ സ്ഥലം. ശരിക്കും നമ്മുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഈ സ്ഥലം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്കിറങ്ങാം. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കാറ്റുണ്ട് ഇവിടെ. ഇവിടെയൊന്നും നിവർത്താനേ പറ്റില്ല. എന്തിനാണെന്നറിയില്ല. ഒരാൾ നടന്നപ്പോൾ ബാക്കിയുള്ളവരും പിന്നാലെ നടന്നു. മലകൾക്ക് മുകളിൽ മഴമേഘങ്ങൾ കറുത്തിരുണ്ടു വരുന്നത് കാണാൻ എന്തൊരു ചന്തമാണെന്നോ. പെട്ടെന്ന് ഓടിയെത്തുന്ന ചാറ്റൽ മഴ വകവയ്ക്കാതെ ഞങ്ങൾ ചെറിയ കുട്ടികളെ പോലെ അവിടെ അങ്ങനെ നിന്നു. ഓരോ റെയിൻകോട്ട് എടുക്കാത്തത് തെറ്റായി പോയെന്ന് മനസ്സിലായി. ഓരോ സീസണിലും കവയ്ക്ക് ഓരോ ഭംഗിയാണ്. എനിക്ക് മഴക്കാലത്തെ ഭംഗിയാണ് ഏറെ ഇഷ്ടം. ഇപ്പോൾ ഇവിടെ മഴ, വെയിൽ, പിന്നെയും മഴ, അങ്ങനെ ഇടകലർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ എന്ന് വെച്ചാൽ അതിതീവ്ര മഴയൊന്നുമില്ല. വെയിലാണെങ്കിലും ഒരുപാട് വെയിലില്ല. കാലാവസ്ഥയ്ക്കനുസരിച്ച് സഞ്ചാരികളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും ഖവ. വീഡിയോ കാണുമ്പോൾ ആ ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മഴയെല്ലാം മാറി വെയിൽ തെളിഞ്ഞു. മലകൾക്കൊക്കെ എന്തൊരു ഭംഗിയാണ്. ഒരേ മലനിരകൾ പല പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ പല തരത്തിലുള്ള ഭംഗിയാണ് കാണുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും കോടയിറങ്ങിയും വെയിലത്ത് തിളങ്ങിയും മറ്റും. ഇതെന്താ പരിപാടി എന്ന് നോക്കാം നമുക്ക്. എന്തോ കെട്ടിപ്പൊക്കുന്നുണ്ട്. വലിയ ചിലവൊന്നുമില്ലാതെ നയനമനോഹരമായ കാഴ്ച. നല്ല കാറ്റ്, ചെറുമഴ, ചൂടില്ലാത്ത വെയില്. അടിപൊളി വൈബാണിവിടെ. സൂര്യാസ്തമയ സമയങ്ങളിൽ കവയുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സൂര്യൻ സാവധാനം ചക്രവാളത്തിലേക്ക് താഴുന്ന കാഴ്ച അതിമനോഹരമാണ്. അത് കാണണമെങ്കിൽ ഒരുപാട് സമയം ഇനിയും ഇവിടെ ചിലവഴിക്കണം. ഇപ്പോൾ ഉച്ചയാവുന്നതേ ഉള്ളൂ. അതാ അവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എല്ലാം മറന്ന് സന്തോഷിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടത്തെ ശാന്തതയും സൗന്ദര്യവും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇത് മനസ്സിന് കുളിർമയും സന്തോഷവും തരുന്നുണ്ട്. സമയം 12:15. ഉച്ചഭക്ഷണത്തിനുള്ള സമയം ആവുന്നതേയുള്ളൂ. എങ്കിലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. കഴിക്കാൻ ഇത്രയും നല്ലൊരു സ്ഥലം ഇനി വേറെ കിട്ടാനില്ല. കഴിച്ചു കഴിഞ്ഞ ശേഷം പ്ലേറ്റും ഗ്ലാസുമെല്ലാം ഒരു വലിയ കവറിലാക്കി വണ്ടിയിലിട്ടു. കൂട്ടുകാരെ, പ്രകൃതി ഒരുക്കിയ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളിൽ ഒരിക്കലും മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും നിക്ഷേപിക്കരുത്. കവയോട് ബായ് പറഞ്ഞ് നമ്മൾ തെക്കേ മലമ്പുഴയിലേക്ക് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.